അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിലെ കുറച്ച് എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക്. ഇൻ ദ പിക്ചർ ബിലോ ദി ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ജോയിൻ ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ആൻഡ് ദെൻ ദി മിഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ ഈസ് ജോയിൻ ടു അതർ ടു വെർട്ടീസസ്. ഇപ്പൊ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ പിക്ചർ ബിലോ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നോക്കുക. In the picture below, the top vertex of a triangle. ആദ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കുക, എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. The top vertex of a triangle is joined to the midpoint of the bottom side of the triangle. Then the midpoint of this line is joined to other two vertices. Then prove that the areas of all four triangles obtained thus are equal to a fourth of the area of the whole triangle. നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ സംഭവം നോക്കാം. അതായത് the triangle below, ഈ ട്രയാങ്കിളില് a line is drawn from the top vertex of a triangle to the midpoint of bottom side. എന്ന് പറഞ്ഞാൽ എന്താണ് ടോപ്പ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ? ടോപ്പ് TOP, ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ത്രികോണത്തിന്റെ ടോപ്പ് എന്ന് പറയുന്നത്, ഇത് ബോട്ടം. കണ്ടോ? അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് താഴത്തെ വശത്തിന്റെ നടുക്കേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ അല്ലെങ്കിൽ താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. വീണ്ടും പറഞ്ഞിരിക്കുക, ഈ വരയുടെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റു രണ്ട് മൂലകളിലേക്കും എന്ത് ചെയ്തിരിക്കുന്നു? വര വരച്ചിരിക്കുന്നു. ഓക്കെ ആണേ പറഞ്ഞത്? ഓക്കെ, ഒന്നുകൂടി പറയാം. The top vertex of a triangle is joined to the midpoint of the bottom side. ആദ്യം ബോട്ടം സൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ജോയിൻ ചെയ്തിരിക്കുന്നു. Then the midpoint of that line, നമ്മൾ ആ വരച്ച വരയുടെ മധ്യബിന്ദു എന്ത് ചെയ്തിരിക്കുന്നു? മറ്റു രണ്ട് മൂലകളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വരച്ചിരിക്കുന്നു. പ്രൂവ് ചെയ്യേണ്ട എങ്ങനെയാണ്? Prove that the area of these four triangles are equal to 1/4 of the whole triangle. എന്താണ് 1/4 എന്ന് പറഞ്ഞാൽ? 1/4 എന്ന് പറഞ്ഞാൽ 4/1 എന്നാണ്. അതായത് ഇങ്ങനെ കിട്ടിയ 4 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ വലിയ ത്രികോണത്തിന്റെ 4/1 ആണെന്ന് തെളിയിക്കുക. ഓക്കെ, ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. ആ വരയുടെ മധ്യബിന്ദു മറ്റു രണ്ട് മൂലകളുമായി എന്ത് ചെയ്തിരിക്കുന്നു? യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 ആണെന്ന് തെളിയിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം എന്ന ഹെഡിങ്ങിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തന്നിരുന്നു. ആ പ്രവർത്തനം ചെയ്തവർക്ക് വളരെ ഈസിയായി ഇതിന്റെ ആൻസർ തന്നെ മനസ്സിൽ പറയാം. ഓക്കെ, ഞാനൊന്ന് പറയാം. ചെയ്യുന്നതിന് മുന്നേ ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് ഒന്ന് കിടക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാവും നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് ഒരു വര വരച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അങ്ങനെ ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാല് ബാക്കി പറഞ്ഞേ, ആ ത്രികോണത്തിന്റെ പരപ്പളവിനെ 2 തുല്യ ഭാഗമാക്കി മാറ്റും. അപ്പൊ ആ വലിയ ത്രികോണത്തിന്റെ കറക്റ്റ് മുകളിൽ നിന്ന് താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ ത്രികോണം 2 തുല്യ പരപ്പളവുകളായി മാറും. ആ വലിയ ത്രികോണത്തിന്റെ നേർപകുതിയായിട്ട്, ഹാഫ് ആയിട്ട് മാറും. ഓക്കെ ആണേ പറഞ്ഞത്? വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വരച്ച വരയുടെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റു രണ്ട് മൂലകളിലേക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും വര വരയ്ക്കുക. അതായത് ആ ഹാഫ് ആയിട്ടുള്ള പകുതി ത്രികോണത്തിന്റെ വീണ്ടും എന്ത് ചെയ്യാണ്? മുകൾ മൂലയിൽ നിന്ന് താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വീണ്ടും വര വരയ്ക്കുകയാണ്. ഹാഫ് ആയിരുന്നു നമ്മുടെ കയ്യിലിരുന്നത്, വീണ്ടും അതിനെ പകുതിയാക്കുകയാണ്. ഹാഫിന്റെ ഹാഫ്, പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/1. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ഐഡിയ. ഓക്കെ, ആ ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വര വരച്ചാൽ 2 തുല്യ ഭാഗമാക്കും. വീണ്ടും ഈ 2 ത്രികോണങ്ങളെയും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും 2 ഭാഗമാകും, പകുതിയുടെ പകുതി. അപ്പൊ നോക്കി, ആ വലിയ ഒരു ത്രികോണത്തെ 4 തുല്യ ഭാഗമാക്കി മാറ്റി. ഞാനിപ്പോ റഫായിട്ട് പറഞ്ഞോളൂ, മനസ്സിലായവരും മനസ്സിലാകാത്തവരും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇത് എങ്ങനെ എഴുതുന്നത് നോക്കി. ഇത് ഇതുവരെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, വെറുതെ ചിത്രം വരച്ചാൽ പറ്റത്തില്ല. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം?
ഇത് എങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് നോക്കാം. ജസ്റ്റ് സിമ്പിൾ ആണ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. എടാ എൻ്റെ കയ്യിൽ എ ബി സി എന്ന ത്രികോണമുണ്ട്. ഓക്കെ, ആ എ ബി സി എന്ന ത്രികോണത്തിന്റെ സി എന്ന മൂലയിൽ നിന്ന് എ ബിയുടെ മധ്യബിന്ദുവിലേക്കാണ് വര വരച്ചത്. ഞാൻ പി എന്ന് കൊടുത്തു, ആ മധ്യബിന്ദുവിനെ പി എന്ന് കൊടുത്തു. വീണ്ടും പി സിയുടെ മധ്യബിന്ദു ക്യൂ എന്ന് കൊടുത്തു. ഓക്കെ ആണേ. അപ്പൊ ഞാൻ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഓക്കെ, അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 1/4 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം ഈ ത്രികോണത്തിന്റെ പരപ്പളവ്, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഞാൻ ഒരു അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുകയാണ്. എ എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഏടുന്ന് എടുക്കണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി എ എന്ന് എടുക്കുകയാണ്. എപ്പോഴും ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഞാൻ എ എന്ന് എടുക്കുന്നു. എടാ എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ത്രികോണം എ ബി സിയുടെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് നമ്മൾ വര വരച്ചത്. അങ്ങനെ വര വരയ്ക്കുമ്പോൾ നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചേ, നോക്കുക, എ ബി സിയുടെ മുകൾ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വര വരച്ചപ്പോ 2 ത്രികോണങ്ങൾ കിട്ടി. ഓക്കെ ആണേ. ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണെന്നും ഒന്നാമത്തെ പകുതിയാണെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എഴുതുവാണ്, ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി സി എന്ന് പറയുന്നത്, ഓക്കെ, എ പി സി എന്ന് പറയുന്നത് എന്തായിരിക്കും പറഞ്ഞേ, ഒരു ത്രികോണം നമ്മൾ പഠിച്ചു എങ്ങനെയാണ്, ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ ത്രികോണത്തിന്റെ പരപ്പളവിനെ 2 തുല്യ ഭാഗമാക്കുന്ന പറഞ്ഞു, അല്ലയോ? പറ, എയുടെ പകുതി എങ്ങനെ എഴുതാം നമുക്ക്? എയുടെ പകുതി എങ്ങനെ എഴുതാം? പകുതി കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ a/2. ഓക്കെ ആണേ. അപ്പൊ എ പി സിയുടെ പരപ്പളവ് എത്രയാണ്? a/2 ആണ്. ഒരാൾ മാത്രം മതിയോ? ഇപ്പുറത്തും ഒരാളില്ലയോ? അതിന്റെയും പരപ്പളവ് എഴുതാം. ഒന്ന് പറഞ്ഞേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതിന്റെ പേരാണ് ബി പി സിയുടെ പരപ്പളവ്. ബി പി സിയുടെ പരപ്പളവ് എത്ര തന്നെ? a/2 എന്നത് തന്നെ. ഓക്കെ ആണേ. അപ്പൊ എ പി സിയുടെ പരപ്പളവും ബി പി സിയുടെ പരപ്പളവും എന്താണ്? a/2 എന്നതാണ്. ഓക്കെ ആണേ. എടാ നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വരയുടെ മധ്യബിന്ദു വീണ്ടും എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. കണ്ടോ? വീണ്ടും അപ്പൊ ഈ 2 ത്രികോണങ്ങളിൽ ഒരെണ്ണം വീണ്ടും 2ആയിട്ട് ഭാഗിക്കുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, നോക്ക്, ഈ ത്രികോണത്തിന്റെ ഈ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വര വരയ്ക്കുന്നു. വീണ്ടും ആ ത്രികോണത്തെ എന്ത് ചെയ്യും? 2 തുല്യ ഭാഗമാക്കി മാറ്റല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പരപ്പളവ് എഴുതാൻ പോകണം. ഏതാ പരപ്പളവ്? എ പി ക്യു എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ പി ക്യു എന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ ആകെ പരപ്പളവ് a/2 ആണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ 2ആയിട്ട് ഭാഗിച്ചത്. എങ്ങനെ എഴുതാം? a/2 ഹാഫ്. അതെങ്ങനെയാണ് എഴുതുന്നത്? ഇൻറ്റു 1/2 എന്ന് എഴുതിയാൽ മതി. 2 കൊണ്ട് ഹരിക്കുന്നതും 2-1 കൊണ്ട് ഗുണിക്കുന്നതും തുല്യം തന്നെയാണ്. ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഹാഫ് കൊണ്ട് ഗുണിക്കുന്നു. എടാ ഒന്ന് പറഞ്ഞു, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് അറിയാമോ? 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായും ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായും എഴുതുക. ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് എഴുതുക? ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. a/1 a തന്നെയാണ്. മുകളിൽ a/1 a. 2 × 2 4 ആണ്. അപ്പൊ എ പി ക്യുവിന്റെ പരപ്പളവ്, എ പി ക്യുവിന്റെ ഏരിയ എന്ത് കിട്ടി? a/4 എന്ന് കിട്ടി. കണ്ടോ? വീണ്ടും എ ക്യു സി അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ക്യു എന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. ഇവിടെ ശ്രദ്ധിക്കണം, എ സി ക്യു എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇവിടെ പകുതിയാക്കിയതില് നോക്ക്, കണ്ടോ? ഈ വലിയ ത്രികോണത്തെ a/2 എന്ന് പറയുന്ന പരപ്പളവിന് 2 തുല്യ ഭാഗമാക്കിയിൽ ഒരെണ്ണമാണ് എ പി ക്യു. അടുത്തേതാ? എ സി ക്യു. അതിന്റെയും പരപ്പളവ് എന്ത് തന്നെ? a/2 × ഹാഫ് എന്നാണ്. അത് എന്ത് തന്നെ കിട്ടും? a/4 എന്ന് തന്നെ കിട്ടും. കാര്യം പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പോ ഒന്നാമത് എ ആയിരുന്നു പരപ്പളവ്. എ ബി സിയുടെ പരപ്പളവ് എ ആയിരുന്നു.
അതിനെ രണ്ട് തുല്യ ഭാഗമാക്കി, a/2 ഒന്നും a/2 ഒന്നും. കണ്ടോ, ഇതിൽ ഓരോന്നിനെ ഓരോ a/2നെ വീണ്ടും ഹാഫ് ആക്കി, a/4 a/4. അപ്പൊ ഞാൻ ഇതിനെ പകുതി എടുത്തോളൂ. ഇനി ഇപ്പുറ സൈഡിൽ എന്ത് തന്നെ നടക്കുന്നത്? ഇതേ സാഹചര്യം തന്നെ നടക്കുന്നത്. ഈ BPC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് a/2 ആണ്. അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? രണ്ട് തുല്യ ഭാഗമാക്കുന്നു. അപ്പൊ അതിന്റെ പരപ്പളവ് എന്ത് തന്നെ കിട്ടും? നിങ്ങളൊന്ന് പറഞ്ഞ് എന്ത് തന്നെ ആയിരിക്കും? ഇതേ പരിപാടി തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഏരിയ 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 ഓഫ് ട്രയാങ്കിൾ BPQ അല്ലെങ്കിൽ PBQ. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ PBQ എന്ന് പറയുന്നത് സെയിം പരിപാടി ഇത് തന്നെയാണ്. a/2 എന്ന ത്രികോണത്തിന്റെ ഹാഫ്. കണ്ടോ, a/2 എന്ന ത്രികോണത്തിന്റെ ഹാഫ് എത്ര കിട്ടും? ഇവിടെ പരിപാടി സെയിം തന്നെ, a/4 എന്ന് വരും. കണ്ടോ, വീണ്ടും ഞാൻ പറയണ്ട, ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുകയാണ്. അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ട് എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. കഴിഞ്ഞു. ഇവിടെ ഇനി ഇതിന്റെ ബാക്കി ഒരാളും കൂടെ ഉണ്ട്, ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരെങ്ങനെ എഴുതുക പറഞ്ഞ് നിങ്ങളൊന്ന് പറഞ്ഞ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? BQC. ഇതും അത് തന്നെയാണ്. a/2ന്റെ പകുതി, a/2 × 1/2 എന്തെന്ന് കിട്ടും? a/4 എന്ന് കിട്ടും. കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ APQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എഴുതിയപ്പോഴും ACQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചപ്പോഴും BPQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചപ്പോഴും BCQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചപ്പോഴും സംഗതി എല്ലാം എന്താ കിട്ടിയത്? a/4 എന്നായിട്ട്, അല്ലയോ? ഓക്കെ, അതായത് ഒന്നാമത്തെ ത്രികോണമായ നമ്മുടെ ABC എന്ന ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 ഇതെല്ലാം. നമുക്ക് അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 ഭാഗമാണ് ഈ ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവ് വരുന്നതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 1/4 ആണെന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. 1/4 ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓടിച്ചൊന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചിരിക്കുക. ABC എന്ന ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്നും താഴത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. അങ്ങനെ വര വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മാറ്റങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ABCയുടെ പരപ്പളവ് A ആണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവ് അതിന്റെ പകുതിയായിരിക്കും. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഹെഡിങ്ങിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ a/2 ആയിട്ടിരിക്കുക. രണ്ട് ത്രികോണം a/2 ആയിട്ട് രണ്ടായിട്ടിരിക്കുകയാണ്. ഈ ഓരോ ത്രികോണങ്ങളുടെയും കണ്ടോ, ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കാണ് വീണ്ടും വര വരച്ചിരിക്കുന്നത്. ഇവന്മാര് വീണ്ടും ചെയ്യുന്നത് തന്നെ. കണ്ടോ, അപ്പൊ എന്ത് ചെയ്യണം? a/2 എന്ന ത്രികോണത്തെയും രണ്ട് തുല്യ ഭാഗമാക്കണം. രണ്ട് തുല്യ ഭാഗമാക്കുന്നത് പറയുന്നതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞതാണ്, 2 കൊണ്ട് ഹരിക്കണം, അല്ലെങ്കിൽ 2/1 കൊണ്ട് ഗുണിക്കണം. കണ്ടോ, a/2നെ 2/1 കൊണ്ട് ഗുണിക്കുമ്പോൾ a/4 എന്നാ കിട്ടുന്നത്. അറിയാമല്ലോ, നമ്മൾ പഠിച്ചതാണ് ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നത് ഏത് രീതിയിലാണ് പഠിച്ചത്. അതുപോലെ 4 ത്രികോണങ്ങളുടെ പരപ്പളവ് ഞാൻ കണ്ടുപിടിച്ച് നോക്കിയപ്പോഴും ഭാഗ്യവശാൽ എന്ത് തന്നെ കിട്ടി? a/4 എന്ന് തന്നെ കിട്ടി. അതായത് വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1 കിട്ടി. അപ്പൊ നമുക്ക് പറയാം, ഏരിയ ഓഫ് all 4 triangles are equal to 1/4 of the whole triangle. 4 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 4/1. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക, ഇത് ഇതുപോലെ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റിനിലേക്ക് കടക്കാം. ആ ക്വസ്റ്റിന് ശ്രദ്ധിച്ചോണം. ഏതാ ഈ ഫിഗറിലോട്ട് നോക്കണം. രണ്ട് ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക, ജസ്റ്റ് നോക്കുക. In the picture below, the top vertex of a triangle is joined to the midpoint of the bottom side. Okay, നേരത്തെ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ പോകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെ പോകുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, the top vertex of a triangle is joined to the midpoint of bottom side, and then the point dividing this line in the ratio 2:1 is joined to other two vertices. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഒന്നും കൂടെ പറയാം. The top vertex of a triangle is joined to the midpoint of the opposite side, and then the point dividing this line in the ratio 2:1 is joined to other two vertices. Okay, then prove that the areas of all 3 triangles in the picture on the right is equal to 1/3 of the whole triangle.
അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം, ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്കൊരു വര വരച്ചിരിക്കുന്നു. എ ലൈൻ ഡ്രോൺ ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ടു ദി ഓപ്പോസിറ്റ് സൈഡ്, ദ മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അത് മനസ്സിലായോ? തൊട്ട് മുന്നേ കണ്ടതാണ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പോയിന്റ് ഡിവൈഡിങ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. അതായത് ഈ ഇടയ്ക്ക് കൂടെ കൊടുത്തിരിക്കുന്ന ആ വരയെ 2:1 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്ന ബിന്ദുവും മറ്റു രണ്ട് മൂലകളും തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ ത്രികോണത്തിന്റെ ഈ നടുക്കൂടെ വരച്ചിരിക്കുന്ന ഈ വര ഈ പോയിന്റിൽ വെച്ച് 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതും എന്തുമായിട്ട് യോജിച്ചിരിക്കുന്നു? മറ്റു രണ്ട് മൂലകളുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? രണ്ടാമത് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദി ട്രയാങ്കിൾസ് ഓൺ ദി പിക്ചർ ഓൺ ദി റൈറ്റ്, അതായത് ഈ പിക്ചറിലെ വലതുഭാഗത്ത് കാണുന്ന മൂന്ന് ത്രികോണങ്ങൾക്കും ഹാവ് സെയിം ഏരിയ, ഒരേ പരപ്പളവാണെന്നും അത് എന്തിന് ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യണം. ഓഫ് ദി 1/3 ഓഫ് ദി ഹോൾ ട്രയാങ്കിൾ, ഈ വലിയ ത്രികോണത്തിന്റെ 1/3 തെളിയിക്കണം. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3. 1/4 നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 4 എന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? 1/3 എന്ന് പറയാൻ 3/1. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരയ്ക്കുന്നു. വീണ്ടും ആ വരയുടെ മധ്യബിന്ദു എന്ത് ചെയ്യുന്നു? മറ്റു രണ്ട് മൂലകളുമായി ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഓക്കെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെറിയൊരു വിഷയമുണ്ട്. എന്താ വിഷയം? മധ്യബിന്ദു ഉള്ളതിന് പകരം എന്ത് ചെയ്യുന്നു? ആ ബിന്ദു ആ വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്നും എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ആ വരയെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിൽ നിന്നും മറ്റു രണ്ട് മൂലകളിലേക്ക് എന്ത് ചെയ്യുന്നു? വര വരച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ മൂന്ന് ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണ്. അത് വലിയ ത്രികോണത്തിന്റെ 1/3 തെളിയിക്കേണ്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞാൽ 4 തെളിയിക്കേണ്ടത് അല്ലയോ? അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ത്രികോണത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇടയ്ക്കുള്ള വര അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് സംഭവം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ത്രികോണങ്ങൾക്ക് ഓരോ പേര് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത അതേ പേര് തന്നെ കൊടുക്കാം. ABC എന്ന ത്രികോണം, നമ്മുടെ AB-യുടെ മധ്യബിന്ദു P എന്നും ഇത് Q എന്നും കൊടുക്കുന്നു. കണ്ടോ? ആ Q എന്ന് പറയുന്ന ബിന്ദുവാണ് 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു. നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് ഈ ചിത്രത്തിലോട്ട് നോക്കുക. ഇതിൽ ഓരോന്നിന്റെ പരപ്പളവ് നേരത്തെ പോലെ ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എടാ എന്നാലൊന്ന് നോക്കുക. ഞാൻ ആദ്യം നേരത്തെ പോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നത് എന്തെന്നെടുക്കുന്നു? A എന്നെടുക്കുന്നു. അതിന്റെ 1/3 നിലയിൽ തെളിയിക്കണം. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? A എന്നെടുക്കുന്നു. ഓക്കെ ആണേ. എടാ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. വരച്ച് കാണിക്കണോ? ഓരോ സ്റ്റെപ്പായിട്ട് പറയാണ്. ABC എന്ന ത്രികോണത്തിന്റെ C എന്ന മൂലയിൽ നിന്ന് AB-യുടെ മധ്യബിന്ദുവിലേക്ക് വര വരയ്ക്കുന്നു. അപ്പൊ എങ്ങനെയാ വരുന്നത്? ABC എന്ന ത്രികോണത്തിന്റെ C എന്ന മൂലയിൽ നിന്നും താഴോട്ടൊരു വര വരയ്ക്കുന്നു. ഓക്കെ ആണേ. അപ്പൊ നിങ്ങൾ പറ എന്താ സംഭവം? ആ പരപ്പളവ് 2 തുല്യ ഭാഗമായിട്ട് മാറ്റത്തില്ല. അപ്പൊ അതിന്റെ പരപ്പളവ് ഒന്ന് എഴുതാം. അപ്പൊ എങ്ങനെയാ വരുന്നത്? APC എന്നും BPC എന്നും 2 ത്രികോണമായിട്ട് മാറുന്നുണ്ട്. അതിന്റെ പരപ്പളവ് ഞാൻ എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ APC. APCയുടെ പരപ്പളവ് എങ്ങനെയായിരിക്കും? വലുതിന്റെ പകുതി ആയിരിക്കുമല്ലോ. മധ്യബിന്ദുവിലേക്കാണ് വര വരച്ചിരിക്കുന്നത്. അപ്പോ A/2 കണ്ടോ? വലുതിന്റെ പകുതി. കണ്ടോ? പകുതിയായി. ഓക്കെ ആണേ. ഇനി ഒരു പരിപാടി ഉണ്ട്. അതിന് ഞാനേ ഇതിൽ ഒരു ത്രികോണം മാത്രം എടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണല്ലോ ചെയ്തത്? ഒരു ത്രികോണം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തു? ചെയ്യാം. ഇവിടെ എന്നെ ശ്രദ്ധിച്ചേക്കണം. ഞാൻ APC മാത്രം ഇങ്ങോട്ട് എടുത്തു. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തട്ടിയെടുത്തിട്ട് കണ്ടോ? APC എന്ന ത്രികോണം പറഞ്ഞിരിക്കുന്നത് ദി പോയിന്റ് ഡിവൈഡിങ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. ഈ ഇടയ്ക്കൂടെ വരച്ച PC എന്ന വരയെ ഒരു ബിന്ദു എന്ത് ചെയ്യുന്നുണ്ട്? Q എന്ന ബിന്ദു
2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പൊ ഇത് 2:1 എന്ന റേഷ്യോ ആണ്. അപ്പൊ നമ്മുടെ റേഷ്യോ നമുക്ക് വേണമെങ്കിൽ എഴുതാം. പി ക്യു അംശബന്ധം QC എന്ന് പറയുന്നത് എത്രയാണ്? സോറി, തിരിച്ചെഴുതാം. പി ക്യു അംശബന്ധം QC ആണെങ്കിൽ 1:2 എന്ന് എഴുതാം. QC അംശബന്ധം PQ ആണെങ്കിൽ എങ്ങനെ എഴുതാം? 2:1 എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാനും തിരിച്ചെഴുതാനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓർഡർ പ്രധാനമാണ്. PQ:QC ആണെങ്കിൽ 1:2 എന്നും QC:PQ ആണെങ്കിൽ എന്ത് കിട്ടും? 2:1 എന്ന് കിട്ടും. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് നോക്കാം. എടാ, ഈ ബിന്ദു ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ത്രികോണ APCയുടെ A എന്ന മൂലയിൽ നിന്ന് PC എന്ന വശത്തിന്റെ ഒരു ബിന്ദുവിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. ഏതാ വര? AQ എന്ന വര. നമ്മൾ പഠിച്ചിരുന്നതിന്റെ ബാക്കി ഒന്ന് ഫില്ല് ചെയ്തേ. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഒരു സൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വര വരച്ചിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വര വരച്ചിരിക്കുന്നു. ആ വരയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ വരയുടെ പ്രത്യേകത? ആ വര എതിർവശത്തിന്റെ നീളത്തെയും ത്രികോണത്തിന്റെ പരപ്പളവിനെയും ഭാഗിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും. എന്താ പറഞ്ഞത്? ആ വര ത്രികോണത്തിന്റെ പരപ്പളവിനെയും എതിർവശത്തിന്റെ നീളത്തെയും ഭാഗിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും. എടാ, ഇവിടെ നമുക്ക് വശങ്ങളുടെ അംശബന്ധം തന്നിട്ടുണ്ട്. എത്ര വശങ്ങളുടെ അംശബന്ധം? 1:2 എന്നോ 2:1 എന്നോ പറയാം. നമുക്ക് ഈ PQ ആണ് ആദ്യം പറയുന്നത് 1:2 എന്ന് പറയാം. QC ആണ് ആദ്യം പറയുന്നത് എന്ത് ചെയ്യാം? 2:1 എന്ന് പറയാം. വ്യത്യാസമൊന്നുമില്ല. അപ്പൊ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:1 ആണ്. പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും എന്ത് തന്നെ ആയിരിക്കും? 2:1 ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് APC എന്ന ആകെ പരപ്പളവ് എത്രയാണ്? A/2 ആണ്. ഈ A/2 എന്ന പരപ്പളവിനെ 2:1 എന്ന റേഷ്യോയിൽ എങ്ങനെ കട്ട് ചെയ്യാം? അപ്പൊ ഞാൻ ഓരോ പരപ്പളവ് കണ്ടുപിടിക്കാൻ പോയി. ഏതാ പരപ്പളവ് കണ്ടുപിടിക്കാം? ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ APQന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പോകും. ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. APC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് A/2 ആണ്. അപ്പൊ A/2 എന്ന പരപ്പളവുള്ള ത്രികോണമാണ്. എയിൽ നിന്ന് ക്യൂവിലേക്ക് ഒരു വര വരയ്ക്കുമ്പോൾ ഏത് റേഷ്യോയിൽ മാറുന്നത്? 2:1 എന്ന റേഷ്യോയിൽ മാറുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം അംശബന്ധം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സംഖ്യ എങ്ങനെയാണ് ഒരു അംശബന്ധത്തിൽ ഭാഗിക്കുന്നത്. ഞാൻ ബോർഡിലോട്ട് എഴുതാം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ശ്രദ്ധിക്കുക. A/2 എന്ന പരപ്പളവിനെ സംഖ്യയെ 2:1 എന്ന റേഷ്യോയിൽ അല്ലെങ്കിൽ 1:2 എന്ന റേഷ്യോയിൽ ഭാഗിക്കാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുള്ളത് A/2നെ ആദ്യം അംശബന്ധങ്ങൾ തമ്മിലൊന്ന് കൂട്ടുക. രണ്ടും ഒന്നുകൂടെ കൂട്ടിയ എത്രയാടാ? 3 ആണ്. 3ൽ കണ്ടോ 1. പറഞ്ഞാൽ മനസ്സിലായോ? APQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കുന്നത്. അതില് PQ:QC എന്ന് പറയുന്നത് 1:2 ആണ്. കണ്ടോ? അപ്പൊ അതിന്റെ പരപ്പളവിന്റെ അംശബന്ധവും 1:2 ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ 2:1. അപ്പൊ ഞാൻ APQന്റെ പരപ്പളവ് എഴുതുമ്പോൾ A/2 എന്ന പരപ്പളവിനെ ഏത് അംശബന്ധത്തിൽ ഭാഗിക്കണം? ഈ അംശബന്ധത്തിൽ അങ്ങോട്ട് ഭാഗിക്കണം. ആ ഭാഗിക്കുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്. ആകെ പരപ്പളവ് ഞാൻ എഴുതി. A/2ന്റെ 3/1 ഭാഗമായിരിക്കും. 2:1 എന്ന റേഷ്യോ പറയണമെങ്കിൽ രണ്ടും കൂടി കൂട്ടുക. രണ്ടും ഒന്നുകൂടി കൂട്ടുമ്പോൾ 3 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. മുകളിൽ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഭാഗം 1. A/2 × 1/3 എന്നില്ല. ഇതിനെ എങ്ങനെയാണെന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത്? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയുന്നില്ല. ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പൊ A മുകളിൽ വരും, അടിയിൽ 6 എന്ന് വരും. കേട്ടോ? A/6 എന്ന് കിട്ടി. ഓക്കെ ആണ്. ഇനി തൊട്ട് മുകളിലത്തെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? AQC കണ്ടുപിടിക്കാൻ പോകുന്നു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതാണ്? AQC എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പോകുന്നു. മറന്നുപോയില്ലല്ലോ. 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്ത് അതിൽ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. ബാക്കി എത്ര ഭാഗം? 2 ഭാഗമായിരുന്നു. ഓക്കെ, അപ്പൊ A/2ന്റെ എത്ര ഭാഗം? 3/2 ഭാഗം. കണ്ടോ? രണ്ടും കൂടി കൂട്ടുക. 2 1 3. 3ന്റെ ഒരു ഭാഗം A/2 ചെറിയ ത്രികോണവും 3ന്റെ 2 ഭാഗം എന്ത് കിട്ടും? വലിയ ത്രികോണം കിട്ടും. പഠിച്ചതാണ്. അംശബന്ധം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എടാ, അപ്പൊ എന്ത് കിട്ടും എന്ന് പറയാമോ? അപ്പൊ വേണമെങ്കിൽ ഈ 2 2 കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എന്ത് എഴുതാം? A/3 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം? A × 2 2A ഡിവൈഡഡ് ബൈ
2 × 3 6. 2a ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ആ 2 വെട്ടിക്കളഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. 3 × 2. മുകളിൽ ഒരു ഇൻറ്റു 2 വരും. 2 കൂടെ അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? a/3 എന്ന് വരും. കണ്ടോ? ഞാൻ ആ ചിത്രത്തിലോട്ടൊന്ന് എഴുതാം. ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ കണ്ടോ? ഇത് a/3, സോറി a/6, ഇത് a/3. കണ്ടോ? ഞാനിപ്പോ ഒരു പകുതിയായിട്ട് ഇങ്ങനെ കാണിച്ചത്, അതേ സംഭവം തന്നെ അപ്പുറത്ത് നടക്കുന്നു. ഞാൻ അതുപോലെ എഴുതാം. വീണ്ടും ഒന്നും കൂടെ ചെയ്യണ്ട. ഏരിയ ഓഫ്, പേരെന്ന് പറഞ്ഞ ഏരിയ ഓഫ് PBQ അല്ലെങ്കിൽ BPQ ആണ് ഈ ചെറിയ ത്രികോണം. കണ്ടോ? അതായത് നമ്മുടെ പകുതി, ഒരു പകുതി എടുത്താൽ ഇങ്ങനെ ചെയ്തു, അടുത്ത പകുതി ഇതേ പരിപാടി തന്നെ നടക്കുന്നത്. പിന്നെ പിന്നെ എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതേപോലെ എഴുതി വെക്കാം. a/2 എത്ര ഭാഗം? 1/3 ഭാഗം. അപ്പൊ എന്ത് കിട്ടും? a/6 ആണ്. കണ്ടോ? അടുത്ത് പറ. ഏരിയ ഓഫ്, ഇനി ആരാ ഉള്ളത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ വിട്ടുപോയ ആളാരാ? BQC. BQCയുടെ പരപ്പളവ് എത്രയാണ്? a/2 3/2 ഭാഗം. അപ്പൊ എന്ത് കിട്ടും? പറ. a/3 എന്ന് കിട്ടും. കണ്ടോ? ഇവിടെ അപ്പൊ ഇങ്ങോട്ട് എഴുതാം. ഇത് a/3, ഇത് a/6. കണ്ടോ? ആ ചിത്രത്തില് AQC a/3, BQC a/3. കുഴപ്പമില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വലിയ ത്രികോണത്തിന്റെ 1/3. അപ്പൊ a/3 കുഴപ്പമില്ല. പക്ഷെ കുരുക്കായിട്ട് ആരുണ്ട്? a/6 ഉണ്ടല്ലോ. എടാ, വലതുവശത്തെ ചിത്രത്തിലാണ് 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് വലിയ ത്രികോണത്തിന്റെ 1/3 തെളിയിക്കേണ്ടത്. അതായത് ഞാൻ എഴുതാൻ പോവാണ് ഏരിയ ഓഫ്, ആ ട്രയാങ്കിളിന്റെ പേരെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ APB. കണ്ടോ? സോറി, ട്രയാങ്കിളിന്റെ പേരെന്താ വരുന്നത്? ട്രയാങ്കിൾ ABQ എന്ന ട്രയാങ്കിൾ. ട്രയാങ്കിൾ ABQ എന്ന ട്രയാങ്കിൾ. കണ്ടോ? ഏതാ ട്രയാങ്കിളാ? വലിയ ട്രയാങ്കിൾ ABQ എന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ 2 ചെറിയ ട്രയാങ്കിളുകളുടെ തുകയായിട്ടല്ലേ വരുന്നത്? രണ്ടും കൂടെ കൂട്ടമല്ലേ കിട്ടുന്നത്? ഏതൊക്കെയാ? x/6ഉം x/6ഉം കൂടെ കൂട്ടുക. സോറി, x അല്ല, a/6ഉം a/6ഉം കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. കണ്ടോ? a/6 പ്ലസ് a/6. ഇവിടെ a/6, ഇവിടെ a/6. ആ 2 ചെറിയ ത്രികോണങ്ങൾ ചേർത്താണ് ഇവിടെ എന്ത് ഉണ്ടാക്കിയിരിക്കുന്നത്? വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. പറഞ്ഞേടാ, ഇത് എങ്ങനെയാ കൂട്ടുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഛേദങ്ങൾ തുല്യമായ 2 ഭിന്നസംഖ്യകൾ കൂട്ടുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണ്. എന്ത് ചെയ്യണം? കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 6 എഴുതുക. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. a പ്ലസ് a എത്രയാണ്? 2a. 2a/6. 2a/6നെ എങ്ങനെ എഴുതാടെ? നമുക്ക് a/3 എന്ന് തന്നെ എഴുതാം. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇത് a/3, ഇതും എന്തായിട്ട് കിട്ടി? a/3 ആയിട്ട് കിട്ടി. ഇതും എന്തായിട്ട് കിട്ടി? a/3 ആയിട്ട് കിട്ടി. കണ്ടോ? ഓക്കെ, ആ ചിത്രത്തിലോട്ട് നോക്കി. 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് എന്ത് തന്നെ കിട്ടി? ഒന്നാമത്തത് a/3 കിട്ടി. കണ്ടോ? രണ്ടാമത് വീണ്ടും a/3 കിട്ടി. വീണ്ടും എന്ത് തന്നെ കിട്ടി? a/3 തന്നെ കിട്ടി. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടി പറയാം. ഒരു ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. എടാ, അവിടെ നിൽക്കട്ടെ. അപ്പോഴുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ എഴുതിയത്. കണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താണ് എഴുതിയത്? എയുടെ പരപ്പളവ്. കണ്ടോ? ABCയുടെ പരപ്പളവ് a എന്ന് എഴുതി, APCയുടെ പരപ്പളവ് a/2 എന്ന് എഴുതി. ഓക്കെ, അതുപോലെ തന്നെയാണ് അപ്പുറത്ത് സംഭവിച്ചത്. നമ്മൾ പറഞ്ഞായിരുന്നു ഏതിന്റെ പരപ്പളവ് എന്ത് തന്നെ കിട്ടും? BPCയുടെ പരപ്പളവ്. നോക്കി, BPCയുടെ പരപ്പളവും എന്ത് തന്നെയാണ്? a/2 തന്നെയാണ്. കണ്ടോ? BPCയുടെ പരപ്പളവ് എന്ത് തന്നെയാണ്? a/2 തന്നെയാണ്. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പോഴ് ത്രികോണത്തിന്റെ മുകൾ മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചാൽ 2 തുല്യ ഭാഗമായി. കണ്ടോ? ഇങ്ങനെ ഇരുന്നത് എന്തായി? 2 പാർട്ടായിട്ട് മാറി. വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പോയിന്റ് ഡിവൈഡിങ് ദിസ് ലൈൻ ഇൻ ദ റേഷ്യോ 2:1. അതായത് ഈ വരയെ 2:1 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്ന പോയിന്റ് Q ആണ്. ആ Q യും കൂടെ പോയിന്റ് ചെയ്തു യോജിപ്പിച്ചിരിക്കുന്നു. വീണ്ടും 2 ത്രികോണം കിട്ടി. ഇത് ഞാൻ ഒരെണ്ണം എടുത്തൊന്ന് കീറി മുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് APC എന്ന ത്രികോണത്തിൽ A എന്ന വെർട്ടക്സിൽ നിന്ന്, A എന്ന ശീർഷത്തിൽ നിന്ന് PC-യിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു. ആ വര PC എന്ന വശത്തെ ഭാഗിക്കുന്നത് 2:1 എന്ന അംശബന്ധത്തിലാണ്. പരപ്പളവിനെയും ഭാഗിക്കുന്നത് 2:1 എന്ന അംശബന്ധത്തിലായിരിക്കും. നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പോവുകയാണ്. ഏതിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചു? ആദ്യം ഞാൻ
ഏരിയ ഓഫ് എ പി ക്യു കണ്ടുപിടിച്ചു. എ പി ക്യു എന്ത് എ പി ക്യു കണ്ടുപിടിച്ചു. ഓക്കെ ആണ്. അവിടെയാണ് ചെറിയൊരു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ആശയം നമുക്ക് വേണ്ടത്. a/2 എന്ന പരപ്പളവിനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. 2:1 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്യണം? ഭാഗിക്കണം. അങ്ങനെ ഭാഗിക്കാൻ വേണ്ടി ഞാൻ എളുപ്പവഴി പറഞ്ഞത് അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടുക. 2 കൂടെ കൂട്ടിയ 3. 3ൽ ഒരു ഭാഗം. a/2ന്റെ 3 എന്ന് പറയുന്നത് a/6 ആണ്. അടുത്തത് AQCയുടെ പരപ്പളവ്. a/2ന്റെ എത്ര ഭാഗം? 3ൽ 2 ഭാഗം. അത് എത്ര എന്ന് കിട്ടി? a/3 എന്ന് കിട്ടി. പറഞ്ഞാൽ മനസ്സിലായോ? a/6 എന്നും a/3 എന്നും കിട്ടി. എടാ തൊട്ട് അപ്പുറത്തെ പീസ് 2 പീസായിട്ട് നമ്മൾ എടുത്തതിൽ ഒരെണ്ണത്തിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പുറത്തും അതേ പരിപാടി തന്നെ കഴിഞ്ഞിരിക്കുന്നത്. BPQ എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് a/2ന്റെ 1/3 ആണ്. കണ്ടോ? BPQ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ 1/3. ഓക്കെ, അപ്പോ a/2ന്റെ 1/3. അപ്പൊ a/6 എന്നിട്ട് വീണ്ടും നോക്കിയേ BQC എന്ന ത്രികോണം. ഈ BQC എന്ന ത്രികോണം അത് എന്ത് തന്നെ? a/2ന്റെ 2/3 പാർട്ടില് 3ൽ 2 ഭാഗം. അതെന്ത് കിട്ടി? a/3 എന്ന് തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഈ 2 ചെറിയ ത്രികോണങ്ങളുടെ ചേർന്നാണ് വലിയ ത്രികോണം ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതിന്റെ പരപ്പളവ് കൂട്ടി വെച്ചു, a/3 എന്ന് കിട്ടി. അപ്പൊ 3 ത്രികോണങ്ങളുടെയും പരപ്പളവ് a/3 എന്ന് കിട്ടിയ സാഹചര്യത്തിൽ എനിക്ക് പറയാം വലിയ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ 3/1 ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവ്. The areas of all 3 triangles are equal to 1/3 of the whole triangle. വലിയ ത്രികോണത്തിന്റെ 3/1. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എടാ ഞാൻ ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്തു. ഒരേ മോഡലുള്ള 2 ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ കൊള്ളാവുന്ന 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm, 6 cm, 8 cm. 4 cm, 6 cm, 8 cm വിധ വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. Divide this triangle into 4 equal parts. ഈ ത്രികോണത്തെ 4 തുല്യ ഭാഗമാക്കി മാറ്റുക. എഴുതിയോ? Draw a triangle of sides 4 cm, 6 cm, 8 cm. Divide it into 4 equal parts. 4 cm, 6 cm, 8 cm വിധ വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്തോളുക. മറ്റൊരു ക്വസ്റ്റ്യൻ. Draw a triangle of sides 5 cm, 6 cm, 7 cm. Divide it into 3 equal parts. 5 cm, 6 cm, 7 cm വശങ്ങളുള്ള ത്രികോണം വരയ്ക്കുക. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പൊ 4 തുല്യ ഭാഗമാക്കാനും 3 തുല്യ ഭാഗമാക്കാനുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ ആൻസറിലോട്ട് അങ്ങ് പോകും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ ചെയ്ത 2 ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ, തൊട്ട് മുന്നേ പഠിച്ച എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. എക്സാമിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓക്കെ, പ്രൂവ് ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലാർസ് ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ടു ദി സൈഡ്സ് ആർ ഈക്വൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് the lengths of the perpendiculars from any point on the bisector of an angle to its sides are equal. മലയാളം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു കോണിന്റെ സമഭാജിയിലെ ഏതൊരു ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള ലംബ ദൂരങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കുക. ഫിഗർ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക. പ്രൂവ് ദാറ്റ് the lengths of the perpendiculars from any point on the bisector of an angle to its sides are equal. ഒരു കോണിന്റെ സമഭാജിയുടെ ഏതൊരു ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള പെർപെൻഡിക്കുലർ അതായത് ലംബങ്ങളുടെ നീളങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കണം. ഇതിനകത്ത് നോക്കിയ കുറെ ടേംസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലായാലും നമുക്ക് ഇങ്ങനെ നോക്കാം, ആലോചിച്ച് നോക്കാം എന്തൊക്കെ ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആംഗിളിന്റെ ബൈസെക്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കോണിന്റെ സമഭാജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലയോ? അതെവിടെയും കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു കോൺ വേണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെ ആലോചിക്കാം? വായിച്ചിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായാലും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു കോൺ വേണം, വരയ്ക്കാൻ അറിയാം. കോണിന് ഒരു സമഭാജി വേണം, വരയ്ക്കാൻ അറിയാം, റഫായിട്ടെങ്കിലും വരയ്ക്കാൻ അറിയാം.
പിന്നെ പറഞ്ഞിരിക്കുന്നത് സമഭാജിയിലെ ഏതൊരു ബിന്ദുവിൽ നിന്നും കോണിന്റെ വശങ്ങളിലേക്കുള്ള ലംബം, പെർപെൻഡിക്കുലർസ് ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ടു ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ. അപ്പൊ ഇതൊക്കെയാ പറഞ്ഞത്. ഒരു ആംഗിൾ വേണം, അതിലൊരു ബൈസെക്ടർ വേണം, അതിലൊരു പോയിന്റ് എടുക്കണം, ആംഗിളിന്റെ സൈഡ്സിലേക്ക് എന്ത് വരയ്ക്കണം, പെർപെൻഡിക്കുലർ വരയ്ക്കണം. എന്താണ് ഈ 4 ടേംസ് എന്ന് നോക്കാം. നമുക്കറിയാം ഒരു ആംഗിൾ, ഇതാണ് ഒരു ആംഗിൾ. ഒരു ഫിഗറെങ്കിലും വരച്ചു വയ്ക്കാം, അതിന് പറ്റുമെന്ന് നോക്കാം. എടാ, 2 ലൈൻസ് ഇങ്ങനെ ചേരുമ്പോൾ ഉണ്ടാകുന്നതിനാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഈ 2 ലൈൻസിനെയും ഇതിന്റെ സൈഡ്സ് എന്നാ പറയുന്നത്. എന്തെന്ന് പറയും? സൈഡ്സ്. ഈ കോണിന്റെ വശങ്ങൾ എന്നാ പറയുന്നത്. 2 ലൈൻസ് ചേർന്നാണ് ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. ആ ലൈൻസ് നമ്മൾ പറയുന്നത് സൈഡ്സ് ഓഫ് ദി ആംഗിൾസ് എന്നാ പറയുന്നത്. ഈ കോണിന്റെ വശങ്ങൾ എന്നാ പറയുന്നത്. അത് നമുക്ക് വേണം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഈ കോണിനൊരു സമഭാജി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ആംഗിളിന് എന്ത് വേണം? ഒരു ബൈസെക്ടർ വേണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ബൈസെക്ടർ എന്താണെന്ന്? സമഭാജി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അറിയത്തില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ കോണിനെ 2 സമഭാഗങ്ങളാക്കുന്ന വരയാണ് എന്ത് പറയുന്നത്? സമഭാജി എന്ന് പറയുന്നത്. അതായത് ഈ ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഉണ്ടോ? ഇടയ്ക്കുള്ള ഒരു കക്ഷി പോയി കഴിഞ്ഞാൽ ഇത് 2 തുല്യ ഭാഗമായിട്ട് മാറണം. അപ്പൊ ആംഗിളായി, ആംഗിളിന്റെ ബൈസെക്ടറായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈസെക്ടറിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് അതിന്റെ സൈഡ്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഞാൻ ഇവിടെ ഒരു ബിന്ദു എടുത്തു. ആ ബിന്ദുവിൽ നിന്ന് എങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്? ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. കണ്ടോ? ഇനി അടുത്ത സൈഡിലോട്ടും എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ വരച്ചു. ഈ 2 പെർപെൻഡിക്കുലറുകളുടെയും ലെങ്ത് തുല്യമാണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്. കണ്ടോ? ഇനി ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഞാനൊന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ. പ്രൂവ് ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ, കണ്ടോ ഈ 2 ലെങ്തുകൾ, ഫ്രം എനി പോയിന്റ് ഓൺ ദി ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. അത് എവിടെന്നാ തുടങ്ങുന്നത്? ഓൺ എ പോയിന്റ് ഓഫ് ആംഗിൾ ബൈസെക്ടർ. കണ്ടോ? ഈ ആംഗിളിന്റെ ബൈസെക്ടറിലെ ഒരു പോയിന്റിൽ നിന്നാണ് എങ്ങോട്ട് വരയ്ക്കുന്നത്? ടു ദി സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ഈ ആംഗിളിന്റെ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഈ 2 വശങ്ങളും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടറിന്റെ ഒരു പോയിന്റിൽ നിന്ന് ആംഗിളിന്റെ സൈഡ്സിലേക്ക് വരയ്ക്കുന്ന ഈ 2 പെർപെൻഡിക്കുലറും തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പൊ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ABCD ആണ്. ഓക്കെ. അപ്പൊ AC എന്ന് പറയുന്ന ആംഗിൾ ബൈസെക്ടർ ആണ്. AC ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. AC എന്നത് എന്താണ്? കോണിന്റെ സമഭാജിയാണ്. അപ്പൊ കോണിന്റെ സമഭാജി ആണെങ്കിലുള്ള പ്രത്യേകത അറിയാം. അതായത് കോണിന്റെ സമഭാജി എന്ന് പറഞ്ഞാൽ ഈ 2 കോണുകളും എങ്ങനെ ആയിരിക്കും? തുല്യമായിരിക്കും. എടാ, എനിക്ക് തെളിയിക്കേണ്ടത് BC സമം CD എന്ന് തെളിയിക്കണം. BC ഈക്വൽ ടു CD. പ്രൂവ് ദാറ്റ് BC ഈക്വൽ ടു CD. BCയും CDയും തുല്യമാണെന്ന് തെളിയിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നിങ്ങളുടെ ജോലിയാണ്. എന്നാലും ഞാൻ ചെയ്യാം. ഈ 2 ത്രികോണങ്ങൾ അങ്ങോട്ട് പരിഗണിക്കുക. ഈ 2 ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ വർഷത്തെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസിഡർ ട്രയാങ്കിൾസ്. കൺസിഡർ 2 ട്രയാങ്കിളിന്റെ പേരെങ്ങനെയാ? ട്രയാങ്കിൾ ACD എന്നും ട്രയാങ്കിൾ ACB എന്നുമാണ്. ഈ 2 ട്രയാങ്കിളും പരിഗണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രത്യേകതകൾ നിങ്ങൾ അങ്ങോട്ട് എഴുതുക. AC കോമൺ സൈഡ് ആണ്. AC പൊതുവശമാണ്. കോമൺ സൈഡ് പൊതുവശം. 2 ത്രികോണങ്ങളുടെയും പൊതുവശമാണ് AC. ഇനി ഏതെങ്കിലും ഉണ്ടോ നോക്ക്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ആംഗിള്? ആംഗിൾ CAD എന്ന് പറയുന്നതും ആംഗിൾ CAB എന്ന് പറയുന്നതും തുല്യമാണ്. അതിന്റെ കാരണം എന്തുവാടെ? AC ഈസ് ദി ആംഗിൾ ബൈസെക്ടർ എന്നതാണ്. കണ്ടോ? എഴുതി വെച്ചിട്ടുണ്ട്. AC ഈസ് ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിൾ, ഒരു ആംഗിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഒരു സൈഡും ഒരു ആംഗിളും ഈക്വൽ ആയി. ഇതും അവിടെ മുകളിൽ ഒരാൾ കിടക്കുന്നുണ്ടോ? ആംഗിൾ B എന്ന് പറയുന്നതും ആംഗിൾ D എന്ന് പറയുന്നതും തുല്യമാണ്. കാരണം എന്താ? നമ്മൾ അത് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അത് 90 ഡിഗ്രി ആണ്. എടാ, 2 ആംഗിള്, ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ്, ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 2 കോണുകളോട് തുല്യമായ മൂന്നാമത്തതും തുല്യമായിരിക്കും. അത് നമ്മളെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെ എഴുതാം? കോൺ ACD എന്ന് പറയുന്നതും കോൺ ACB എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ്. കണ്ടോ?
അപ്പൊ നിങ്ങൾ ഈ ത്രികോണത്തിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും തുല്യമാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്മേലുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തോടും അതിന്മേലുള്ള രണ്ട് കോണുകളോടും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ്. കൂടാതെ അവയുടെ വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ ആണേ. നമുക്ക് ആവശ്യമുള്ള വശം ഏതാണ്? സി ഡിയും ബി സിയുമാണ്. സി ഡി സമം ബി സി കണ്ടോ? ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്നും കൂടി എഴുതുക. ട്രയാങ്കിൾസ് തുല്യമാണ്, തുല്യ ത്രികോണങ്ങളാണ്. ട്രയാങ്കിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് എന്ത് പറയാം? അതിന്റെ വശങ്ങളും തുല്യമാണെന്ന് പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തുള്ള പദങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തത്. ഓക്കെ. ആംഗിൾ വേണം, ആംഗിളിന് ഒരു ബൈസെക്ടർ വേണം. ആ ബൈസെക്ടറിലെ ഒരു പോയിന്റിൽ നിന്ന് ആംഗിളിന്റെ സൈഡ്സിലേക്ക് എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. സംഭവം ഓക്കെ ആയി. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച 3 ക്വസ്റ്റ്യൻസും കൃത്യമായി എന്ത് ചെയ്യുക? എഴുതി മനസ്സിലാക്കുക. കൂടാതെ ഞാനൊരു 2 ഹോംവർക്ക് തന്നിരുന്നു, ബുദ്ധി വേസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.